ഹലോ ഗൈസ്, എല്ലാവർക്കും മഹാലക്ഷ്മി പുത്തൻ പ്രൊമോ വിശേഷങ്ങളിലേക്ക് സ്വാഗതം. അപ്പം നമ്മുടെ പുതിയ പ്രൊമോയില് കരുണയുടെ പൊട്ടിത്തെറി. അതെ പ്രേക്ഷകരെ, നമ്മളെല്ലാം കണ്ടു കാണും. നമ്മുടെ കമലേശ്വരത്ത് ഇപ്പൊ നമ്മുടെ കരുണയുടെ ആ ഒരു വിജയച്ചിരിയാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് അല്ലെ. അപ്പൊ കരുണയാണെങ്കിൽ ഇപ്പോൾ വിചാരിക്കാത്ത തരത്തിലുള്ള ക്രൂര വാക്കുകളാട്ടോ നമ്മുടെ മഹാലക്ഷ്മിക്ക് നേരെ പ്രയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം എന്ന് വെച്ചാൽ നമ്മുടെ ഉണ്ണിയെ ഇനി നമ്മുടെ മഹാലക്ഷ്മി വളച്ച ഉണ്ണിയിൽ നിന്ന് നമ്മുടെ മഹാലക്ഷ്മി ഒരു കുഞ്ഞിനെ ഉണ്ടാക്കും എന്നാണ് നമ്മുടെ കരുണ ഇപ്പോൾ പറഞ്ഞു നടക്കുന്നത്. നീ എന്റെ ഭർത്താവിൽ നിന്നും കുഞ്ഞിനെ ഉണ്ടാക്കൂടി എന്നും പറഞ്ഞിട്ടാണ് നമ്മുടെ കരുണയുടെ ഇപ്പോഴത്തെ വാക്പോര്. അത് നമ്മുടെ പ്രതാപനും നമ്മുടെ മുത്തശ്ശിയും ഏറ്റുപിടിക്കുന്നുണ്ട്. നീ നോക്കിക്കോ, സ്വന്തമായിട്ടൊരു കുഞ്ഞിനെ വേണമെന്ന് അവൾ ആഗ്രഹിക്കുമ്പോൾ നിന്റെ ഭർത്താവിനെ അവൾ കൊത്തിയെടുത്തുകൊണ്ട് പോകൂടി എന്നും പറഞ്ഞ് അവരാണ് കരുണയ്ക്കുള്ളിൽ ഇങ്ങനെ ഒരു വിഷം ഇട്ട് കൊടുക്കുന്നത്. കരുണയാണെങ്കിൽ അത് കറക്റ്റായിട്ട് ഛർദ്ദിച്ചിടുന്നുണ്ട് കേട്ടോ, ഒരു തെറ്റും കൂടാതെ. അപ്പൊ നമ്മുടെ ഉണ്ണിക്ക് തന്നെ ഇത് കേട്ടിട്ടൊക്കെ ആകെപ്പാടെ ലജ്ജ തോന്നുക കേട്ടോ. കാരണം തന്നെ പറ്റിയാണല്ലോ സംസാരിക്കുന്നത്. അപ്പൊ നമ്മുടെ ഉണ്ണി പറയുന്നുണ്ട്, നിനക്ക് അവരോട് ഇച്ചിരിയെങ്കിലും ഒരു മാന്യമായിട്ടുള്ള രീതിയിൽ സംസാരിച്ചൂടെ കരുണേ എന്ന് പറയുമ്പോൾ നമ്മുടെ കരുണ പറയുന്നുണ്ട്, അയ്യോ എന്താ ഉണ്ണിയേട്ടൻ ഇപ്പൊ അവരോട് സഹതാപവും സ്നേഹവും പ്രേമമൊക്കെ തോന്നി തുടങ്ങിയോ എന്നൊക്കെ ചോദിച്ചു. ഭയങ്കര വൃത്തികെട്ട രീതിയിലുള്ള ഒരു സംസാരം തന്നെയാട്ടോ നമ്മുടെ കരുണയുടെ. ഒരു രക്ഷയില്ല. അപ്പൊ നമ്മുടെ മഹാലക്ഷ്മിയോട് നേരിട്ട് നമ്മുടെ മുത്തശ്ശിയും പ്രതാപനും ഇത് പറയുന്നുണ്ട്. നീ അവളുടെ ഭർത്താവിനെ ചാക്കിട്ട് പിടിക്കാനായിരിക്കുമല്ലോ നിന്റെ ശ്രമം എന്ന് പറയുമ്പോൾ നമ്മുടെ മഹാലക്ഷ്മി പറയുന്നുണ്ട്, നിങ്ങൾ അച്ഛനും മുത്തശ്ശിയും ഇങ്ങനത്തെ ഒരു വർത്താനങ്ങൾ നിർത്തോ എന്നൊക്കെ എന്നെ മഹാലക്ഷ്മി ലാസ്റ്റ് കലിയടങ്ങാതെ ചോദിക്കുന്നുണ്ട്. മഹാലക്ഷ്മി ലാസ്റ്റ് മുറിയിൽ പോയി പൊട്ടിക്കരയുന്നുണ്ട്. ആകപ്പാടെ ഒച്ചയും ബഹളവും. മഹാലക്ഷ്മി നമ്മുടെ കരുണയ്ക്ക് ഒരു ഗിഫ്റ്റൊക്കെ കൊണ്ടുവന്ന് കൊടുക്കുന്ന സമയത്താണ് ഇങ്ങനത്തെ വർത്താനമൊക്കെ കേൾക്കുന്നതെന്ന് നിങ്ങൾ ഓർക്കണം കേട്ടോ. അപ്പുറത്ത് അതിനുശേഷം നമ്മുടെ കണ്ണനും നമ്മുടെ കരുണയ്ക്ക് വേണ്ടി ഒരു ഗിഫ്റ്റൊക്കെ മേടിച്ചിട്ട് ഇന്ന് എൻ്റെ വക ചെറിയ ഗിഫ്റ്റ് എന്നും പറഞ്ഞ് കൊടുക്കുന്നുണ്ട്. പക്ഷെ നമ്മുടെ കരുണ അത് വാങ്ങിക്കുന്നത് പോയിട്ട് അതിലൊന്നും നോക്കുന്നത് കൂടിയില്ല. നിങ്ങളുടെ ഭാര്യയും ഇതുപോലത്തെ കുറച്ച് ഗിഫ്റ്റൊക്കെ ആയിട്ടാ വന്നത്, ഞാൻ അവരെ ആട്ടിപ്പായിക്കായിരുന്നു, അതേപോലെ തന്നെ നിങ്ങളും പൊയ്ക്കോ, നിങ്ങളുടെ ഭാര്യയെ കൊണ്ടേ കൊടുത്തോ എന്ന് പറഞ്ഞ് നമ്മുടെ കരുണ നമ്മുടെ കണ്ണനെയും ആട്ടിപ്പായിക്കുന്ന ദൃശ്യങ്ങൾ തന്നെയാട്ടോ കൂട്ടുകാരെ നമുക്ക് കാണുവാൻ സാധിക്കുന്ന കാഴ്ച. പിന്നെ എന്തൊക്കെയായാലും കാത്തിരുന്ന് തന്നെ കാണാട്ടോ.